മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സിറോ മലബാർ സഭയിൽ പുതിയ മെത്രാൻ നിയമനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഫാദർ ജെയിംസ് പട്ടേലിനെ ബൽത്തങ്ങാടി രൂപതയുടെ ബിഷപ്പായും ഫാദർ ജോസഫ് തച്ചാമ്പറമ്പത്തിനെ അദിലാബാദ് രൂപത അധ്യക്ഷനായും ഉയർത്തും. സഭാ കൂരിയ മെത്രന്മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കല്യാൺ രൂപത അധ്യക്ഷനാകും. സിറോ മലബാർ സഭയിൽ 4 പുതിയ അതിരൂപതകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജോ ദേവസ്യ, എന്താണ് വിശദാംശങ്ങൾ? വിനീത, സിറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടരുകയാണ്. സിനഡ് സമ്മേളനത്തിലാണ് പുതിയ നിയമനങ്ങളും തീരുമാനങ്ങളും സംബന്ധിച്ച പ്രഖ്യാപനം ഇതിനകം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ പുതിയ മെത്രാൻ നിയമനങ്ങൾ വന്നിരിക്കുന്നു. ഫാദർ ജെയിംസ് പട്ടേലിനെ ബൽത്തങ്ങാടി അതിരൂപത, അതായത് കർണാടകയിലെ രൂപതയാണ്, ബൽത്തങ്ങാടി രൂപതയുടെ ബിഷപ്പായി നിയമിച്ചു. ഫാദർ ജോസഫ് തച്ചാമ്പറമ്പത്ത് അദിലാബാദ് രൂപതയുടെ അധ്യക്ഷനാകും. സഭയുടെ നിലവിലെ കൂരിയ മെത്രാനായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലിനെ മുംബൈയിലെ കല്യാൺ രൂപതയുടെ അധ്യക്ഷനായും മാറ്റ നിയമനം. അദ്ദേഹം നിലവിൽ കൂരിയ മെത്രാൻ, അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ നിയമനമായി നൽകിയിരിക്കുകയാണ്. ഒപ്പം പുതിയ 4 അതിരൂപതകൾ കൂടി സിറോ മലബാർ സഭയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫരീദാബാദ്, ഉജ്ജയിൻ, ശംഷാബാദ്, കല്യാൺ രൂപതകളെ അതിരൂപതകളായി ഉയർത്തി. ആ അതിരൂപത ആകുമ്പോൾ അതിന് സാമന്ത രൂപതകൾ കൂടി ഉണ്ടാകും. നിലവിൽ ഈ രൂപതകളുടെ അധ്യക്ഷന്മാരായ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരയ്ക്കൽ, മാർ പ്രിൻസ് ആന്റണി പനങ്ങടൻ എന്നിവർ മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പുമാരാകും എന്ന പ്രത്യേകത കൂടിയുണ്ട്. സഭയുടെ സിനഡ് സമ്മേളനം തുടരുകയാണ്. നാളെയാണ് സമാപന സമ്മേളനം അടക്കം നടക്കുക. സിറോ മലബാർ സഭയെ സംബന്ധിച്ച് സഭയുടെ രാജ്യമാകെയുള്ള പ്രവർത്തനങ്ങളുടെ വിപുലീകരണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പുതിയ മെത്രാന്മാരും അതിരൂപതകളും അടക്കം സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. വിനീത, ശരി സജോ, വിവരങ്ങൾ നൽകുകയായിരുന്നു.